ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും കൂടാതെ നമ്മുടെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥകളും ഇതും പിന്നെ ആ ഫ്ലൈറ്റ് ഒക്കെ വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് അല്ല വീഡിയോ തന്നെ ഇത്രയും കാണാനുണ്ട്. അപ്പോൾ നേരിട്ടുണ്ടായി നല്ല അനുഭവമായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. അരമണിക്കൂറെന്ന് തോന്നൂല നമുക്ക്. കണ്ടു തുടങ്ങിയത് ഇപ്പൊ കഴിഞ്ഞേ തോന്നുള്ളൂ. ഒരു സെക്കൻഡ് പോലും നമുക്ക് കണ്ടത് ആ ലൈറ്റ് കയറി വരുന്ന കേട്ടോ. നോക്കിക്കേണ്ട പ്രാവ് നമ്മുടെ ത്രിവർണ്ണ പതാകയാണെങ്കിൽ വരാൻ പോകുന്നത്. എന്നാ രസം നോക്കിക്കേ, അതില് അടിപൊളിയായിട്ടല്ലേ വരുന്നത്. ആ ലൈറ്റ് ഷോയും ഇതൊക്കെ അത് ശരിക്കും എനിക്ക് ശരിക്കും മിസ് ചെയ്ത് പോയി. അത്രയും ദൂരത്ത് നിന്നിട്ട് പോലും ഇത്രയും ഭംഗിയാണെങ്കിൽ നമ്മളൊക്കെ താഴെ എന്തായിരിക്കും കിട്ടില്ല സെറ്റപ്പ്. സ്പീക്കറൊക്കെ അവർ പക്ക അറേഞ്ച് ചെയ്താൽ വെച്ചിരിക്കുന്നത്. ഈ ദൂരെ നിന്ന് പോലും നമുക്ക് ഇത്രയും നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സൗണ്ടും കാര്യങ്ങളും പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുമ്പോൾ എന്ത് എഫക്റ്റ് ആയിരിക്കും. ഡോൾബി ഡിജിറ്റൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ മേലെ പറയാം നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയുടെ പുറകെ, അതായത് ഈ ലൈറ്റ് ഷോയുടെ പുറകെയുള്ള വോയിസും കൂടിയാണ് നമ്മളെ ശരിക്കും രോമാഞ്ചം പരിപാടിക്കുന്നത്. എന്നാലും ചേട്ടൻ 20 രൂപ ടിക്കറ്റ് തന്നെ എടുക്കായിരുന്നു. ആ ടിക്കറ്റ് മിസ് ചെയ്തുകൊണ്ട് എത്ര ദൂരം എടുക്കേണ്ടത്. അടുത്ത റിസ്റ്റോടെ സെറ്റ് ആയത്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ പോയി എടുക്കാൻ തോന്നുന്നു. പോയി നേരിട്ട് കാണാൻ തോന്നുന്നു. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം ഇത്രയും ട്രാവൽ എക്സ്പീരിയൻസിൽ ഇതിന്റെ ഒരു മിസ്സിംഗ് വളരെ ഒരു മിസ്സിംഗ്. എങ്കിലും പക്ഷേ ഒരു ഭയങ്കര ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് എന്റെ തൊട്ടടുത്ത് വേറെ ആളിപ്പുണ്ടായിരുന്നു, ഒരു പയ്യൻ. ആ പയ്യൻ അവരുടെ ട്രൈപോഡ് എനിക്ക് തന്നിട്ട് പറഞ്ഞു അതിൽ ഫിറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണം പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് ഈ റെക്കോർഡ് ചെയ്ത ആ വീഡിയോയ്ക്ക് ഇളക്കം തട്ടാതെ കറക്റ്റ് ആയിട്ട് നിന്നത്. ഇതാണ് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒന്നാണുള്ളത്. കാരണം ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഞാൻ അങ്ങനെ ഇളകി ആദ്യം വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയായിരിക്കും. അങ്ങനെ ഇളകി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ആ പയ്യൻ എനിക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ അല്ല, നോർത്ത് ഇന്ത്യൻ ഒരു പയ്യനാണെങ്കിൽ ഇതെടുത്ത് തന്നത്. ഇന്ത്യക്കാരുടെ സ്നേഹം മനസ്സിലാക്കണം. ഈ ഒരു രംഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ ആ രംഗത്തിന്റെ നമ്മൾ ശരിക്കും നേരിട്ട് തന്നെ പോയി അത് കാണേണ്ടതാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദൂരത്തുനിന്ന് എടുത്തുള്ള ഫീൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഉണ്ട്. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് അവിടെ പോയി കാണണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നേരിട്ട് അടുത്തായിരുന്നു ഇച്ചിരി ഇത് കിട്ടിയാണ്. ഈ വീഡിയോ കാണുന്ന പറഞ്ഞപ്പോൾ നേരിട്ട് പോകാൻ തോന്നിയാണ്. ഇത് കണ്ടിട്ട് പോകാൻ പോകുന്നത് വിചാരിക്കാം നമുക്ക്. അതെ അതെ. പക്ഷേ എനിക്ക് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തല്ല സങ്കടം. ആ താഴെ ലൈറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ ഫുൾ വ്യൂവിൽ കിട്ടിയില്ലല്ലോ എന്നുള്ളത് മാത്രമേ. പക്ഷേ എന്നാലും നമുക്ക് ഉള്ള ലൈറ്റ് ഷോ കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ നേട്ടം. പക്ഷേ സൂപ്പർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. കാരണം ഫ്ലൈറ്റ് പോകുന്ന ഈ ഒരു രംഗമില്ല, ആ ഫ്ലൈറ്റിംഗ് വരുന്നത് അതൊക്കെ നമ്മുടെ തലയുടെ വെളിയിൽ പോകുന്ന പോലെ നമുക്ക് തോന്നും. കറക്റ്റ് ഡിജിറ്റൽ ഡോൾബി എഫക്റ്റ് ആണ്. ഇത് ഓപ്പൺ ടെറസിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ലൈറ്റ് ഷോ അല്ല, ഇതൊരു ഇന്ത്യൻ ഐഡന്റിറ്റിയുടെ ട്രിബ്യൂട്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ സർദാർ പട്ടേലിന്റെ റോൾ ഹിസ്റ്ററിയിൽ എത്രമാത്രം അണ്ടർറേറ്റഡ് ആണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷോ. തീർച്ചയായും നിങ്ങൾ കുട്ടികളെയും കൂട്ടുകാരെ എല്ലാവരെയും കൂടെ കൂട്ടി വേണം ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോകാനായിട്ട്. ഒരു കാരണവശാലും ആരും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ സ്റ്റാച്ചു കാണാൻ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു രംഗമാണ് ഈ ലൈറ്റ് ഷോ. അല്ല ചേട്ടാ, ഈ വീഡിയോ സ്റ്റാച്ചു ലൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ. മറ്റൊരു ഗാർഡൻ ആയി പറഞ്ഞു. ആ വീഡിയോ ആ വീഡിയോയും ഇതെല്ലാം അടിപൊളിയായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതിൽ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ ലൈറ്റ് ഷോ മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വീഡിയോ നമുക്ക് അടുത്ത ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ രണ്ട് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ അല്ലേ? അതെ അതെ അതെ. അതിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അത് പിന്നെ ചേട്ടൻ പറയേണ്ട ആവശ്യമുണ്ട്. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും.